നമസ്തേ. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം മെയ് 15 മുതൽ മെയ് 31 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നതിന് മുമ്പ് നമുക്ക് ഏത് യൂണിവേഴ്സിറ്റികൾ, അവിടെ ഏത് പ്രോഗ്രാമുകളിലാണ് പ്രവേശനം നേടേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഏതാണ്ട് വ്യക്തമായൊരു ഗ്രാഹ്യം വേണം. ആ ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഏത് പ്രോഗ്രാമുകളിലാണെങ്കിലും +2-ന് നാം പഠിച്ച സബ്ജക്റ്റുകളിലാണ് പരീക്ഷ എഴുതേണ്ടത്. +2-ന് നമ്മൾ പഠിച്ച ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി എന്നീ വിഷയങ്ങളിലായിരിക്കണം നിങ്ങൾ പരീക്ഷ എഴുതേണ്ടത്. എന്നാൽ ചില യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി പ്രവേശനത്തിനായിട്ട് ജനറൽ ടെസ്റ്റും ചോദിച്ചിട്ടുണ്ട്. അതും നിങ്ങൾക്ക് പ്രവേശന പരീക്ഷയിൽ താല്പര്യമുണ്ടെങ്കിൽ ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ. ഒരു വിദ്യാർത്ഥിക്ക് 6 സബ്ജക്റ്റുകളിൽ മാത്രമാണ് പരീക്ഷ എഴുതാനായിട്ടുള്ള അവസരമുണ്ടാവുക. ലാംഗ്വേജ് ഇംഗ്ലീഷും അതുപോലെ സബ്ജക്റ്റുകളോ ജനറൽ ടെസ്റ്റോ ഏതുൾപ്പെടുത്തിയാലും മാക്സിമം 6 സബ്ജക്റ്റുകൾ മാത്രമേ തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് നിർബന്ധമായും സബ്ജക്റ്റുകൾ +2-ന് പഠിച്ചതായിരിക്കുകയും ചെയ്യണം. യൂണിവേഴ്സിറ്റികളിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CUET 2024-ന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് നിങ്ങൾക്ക് പരിചിതമാണ്. exams.nta.ac.in/CUET-UG. ഈ വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതും അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യേണ്ടതും പരീക്ഷ എഴുതി ജൂൺ 30 നമ്മളുടെ ഓരോ സബ്ജക്റ്റിൻ്റെയും പേഴ്സൻറ്റേജ് സ്കോർ നമ്മൾ പരിശോധിക്കേണ്ടതും. പരീക്ഷ എഴുതുകയും പേഴ്സൻറ്റേജ് സ്കോർ പ്രസിദ്ധീകരിച്ചതിനും ശേഷം നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത യൂണിവേഴ്സിറ്റികളിൽ ഓരോ യൂണിവേഴ്സിറ്റികളിലും പ്രത്യേകം അപേക്ഷ കൊടുക്കുകയും അതാത് യൂണിവേഴ്സിറ്റിയുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് വേണം അവിടുത്തെ കോളേജുകളും കോഴ്സുകളും വീണ്ടും തിരഞ്ഞെടുക്കാൻ. ഇവിടെ നമ്മൾ യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കുന്നത് ഏതൊക്കെ സബ്ജക്റ്റുകളിൽ പരീക്ഷ എഴുതണം എന്ന് അറിവിലേക്കായിട്ടാണ്. ഇതല്ലാതെ നമുക്ക് വേണ്ടത് അപ്ലോഡ് ചെയ്യുവാനായിട്ട് ഫോട്ടോയും സിഗ്നേച്ചറും മാത്രം അപ്ലോഡ് ചെയ്താൽ മതിയാകും. കാറ്റഗറി സർട്ടിഫിക്കറ്റോ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റോ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി പ്രൂഫോ ഒന്നും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. അഡ്രസ് പ്രൂഫും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. നമുക്കറിയാം ഹൈബ്രിഡ് രീതിയിലാണ് CUET 2024 നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ അപേക്ഷിക്കുന്ന സബ്ജക്റ്റുകൾ, ഉദാഹരണത്തിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലെയുള്ള സബ്ജക്റ്റുകൾ ഓഫ്ലൈൻ രീതിയിൽ ഒരു ദിവസമായിരിക്കും പരീക്ഷ. എന്നാൽ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ, താരതമ്യേന ആപ്ലിക്കൻസ് കുറഞ്ഞ സബ്ജക്റ്റുകൾ ഓൺലൈൻ രീതിയിൽ പല ദിവസങ്ങളിലായിട്ടായിരിക്കും പരീക്ഷ നടക്കുന്നത്. ഇതിനനുസരിച്ച് പേഴ്സൻറ്റേജ് സ്കോർ നോർമലൈസ് ചെയ്തിട്ടുള്ള റിസൾട്ട് ജൂൺ 30 പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. ഓരോ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും അവിടെയുള്ള കോഴ്സുകളെക്കുറിച്ചും നമുക്ക് നല്ലൊരു അടിസ്ഥാനം ഉണ്ടെങ്കിൽ മാത്രമേ അപേക്ഷയിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെ സബ്ജക്റ്റുകൾ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കൂ. നമ്മൾ +2-ന് പഠിച്ചത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ആണെങ്കിലും അതാത് സ്ട്രീമുകളിൽ തന്നെ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ബയോളജിയിലോ മാത്തമാറ്റിക്സിലോ ഇംഗ്ലീഷിലോ ലാംഗ്വേജിലോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഡിഗ്രി പ്രവേശനം സാധ്യമാകും. ഇനി നമുക്ക് ലാംഗ്വേജുകളോ ഈ സ്ട്രീം തന്നെ ക്രോസ് ചെയ്ത് എക്കണോമിക്സ്, അക്കൗണ്ടൻസി, BCom അല്ലെങ്കിൽ മറ്റ് കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സുകളിലോട്ടൊക്കെ, അതായത് ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെയും ഏത് പ്രോഗ്രാമിലേക്കും നമുക്ക് മാറാനുള്ള വലിയൊരു സാധ്യതയാണ് CUET 2024 നമുക്ക് നൽകുന്നത്. ഇന്ത്യൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ICAR BSc അഗ്രികൾച്ചർ അതുപോലെ തന്നെ 11 പ്രോഗ്രാമുകളിലോട്ട് സെറികൾച്ചറും ഹോർട്ടിക്കൾച്ചറും ബയോടെക്നോളജിയും ഫിഷറീസും ഫോറസ്ട്രിയും ഡയറി ടെക്നോളജിയും പോലെയുള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ BSc അഗ്രികൾച്ചറിൻ്റെ ഏതാണ്ട് 42ഓളം യൂണിവേഴ്സിറ്റികളിലോട്ടുള്ള പ്രവേശനവും നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് സബ്ജക്റ്റ് കോമ്പിനേഷനാണ് എഴുതേണ്ടത്. ഇങ്ങനെ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് ബിരുദ പഠനം ആഗ്രഹിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ CUETക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ആപ്ലിക്കേഷനിലേക്ക് exams.nta.ac.in/CUET-UG 2024 രജിസ്ട്രേഷൻ. നമ്മൾ നീറ്റ്, JEE-നൊക്കെ അപ്ലൈ ചെയ്തതുപോലെ തന്നെ ആധാർ കാർഡോ പാൻ കാർഡോ പാസ്പോർട്ടോ വാലിഡ് ആയിട്ടുള്ള ഒരു യൂണിക് ID ഉപയോഗിച്ച് മാത്രമേ നമുക്ക് രജിസ്ട്രേഷൻ വിൻഡോയിലോട്ട് പ്രവേശനം സാധ്യമാവുകയുള്ളൂ. ആധാറാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ ആധാർ ഏത് മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നോ ആ മൊബൈലിലോട്ടൊരു OTP വരികയും ആ OTP എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് രജിസ്ട്രേഷൻ വിൻഡോയിലേക്ക് പ്രവേശനം സാധ്യമാവുകയുള്ളൂ. ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ.
രജിസ്ട്രേഷൻ വിൻഡോയിൽ നമ്മൾ ഡീറ്റെയിൽസ് വായിച്ചു നോക്കി മനസ്സിലാക്കി ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്താണ് നമ്മൾ എക്സാം സെൻ്ററെങ്കിൽ ആ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ നോക്കി മനസ്സിലാക്കി ഐ എഗ്രി കൊടുത്ത് നമ്മൾ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ്. ഇവിടെ നമ്മൾ നീറ്റ് എക്സാമിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ കണ്ടതാണ്, കാൻഡിഡേറ്റിന് തന്നെ വാലിഡ് ആയിട്ടുള്ളൊരു യൂണിക് ID ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിൻഡോയ്ക്കകത്തേക്ക് പ്രവേശനം സാധ്യമാവുകയുള്ളൂ. ആധാറാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ആധാർ ഏത് മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നോ ആ OTP എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരും. പാൻ കാർഡോ പാസ്പോർട്ടോ ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ OTP വെരിഫിക്കേഷൻ ഇല്ല, നേരിട്ട് തന്നെ വിൻഡോയിലേക്ക് പ്രവേശനം സാധ്യമാകും. നമ്മൾ രജിസ്ട്രേഷൻ വിൻഡോയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് കാൻഡിഡേറ്റിൻ്റെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, നാഷണാലിറ്റി, അതുപോലെ വാലിഡ് ID പ്രൂഫ്. വാലിഡ് ID പ്രൂഫായിട്ട് നമുക്ക് എക്സാമിന് അഡ്മിറ്റ് കാർഡ് കൂടാതെ ഫോട്ടോ ID പ്രൂഫിനായിട്ട് ആധാർ, ബാങ്ക് പാസ്ബുക്ക്, ക്ലാസ് 12ൻ്റെ അഡ്മിറ്റ് കാർഡ്, ഇലക്ഷൻ ID കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട്, അതുപോലെ തന്നെ കാൻഡിഡേറ്റിൻ്റെ പേരിൽ റേഷൻ കാർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വാലിഡ് ID പ്രൂഫായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ നമ്പറും നമ്മൾ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ അത് വെരിഫൈ ചെയ്യുന്നില്ല എന്ന് മാത്രം. അതിനുശേഷം നമ്മളുടെ പെർമനൻ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും. ഈ അഡ്രസ്സിന് അധിഷ്ഠിതപ്പെടുത്തിയുള്ള എക്സാം സെൻറ്ററുകളാണ് നമുക്ക് അവൈലബിൾ ആവുന്നത്. കേരളത്തിൽ തന്നെയാണ് പരീക്ഷ എഴുതേണ്ടതെങ്കിൽ കേരളത്തിലെ ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കണം. വിദേശത്താണ് പരീക്ഷ എഴുതേണ്ടതെങ്കിൽ വിദേശത്തെ ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ അഡ്രസ്സും എൻ്റർ ചെയ്തതിന് ശേഷം നമ്മളുടെ പാസ്വേഡ് ആൽഫ ന്യൂമറിക് ആയിരിക്കണം. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എൻ്റർ ചെയ്യുന്നു. അത്രയും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിലിലേക്ക് OTP വരുന്നു. ആ OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ നമ്മളുടെ ഇമെയിലിൽ എത്തുകയും നമ്മുടെ ഫസ്റ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് രജിസ്ട്രേഷൻ സമയത്ത് കുട്ടിയുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് പോലെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇമെയിൽ IDയിൽ ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്തിട്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നമുക്ക് യൂണിവേഴ്സിറ്റി ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇനി പരിശോധിക്കാം. കോൺടാക്ട് ഡീറ്റെയിൽസ് അതിനകത്ത് നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓൾട്ടർനേറ്റീവ് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, അത് നിർബന്ധമില്ല. രണ്ടാമത്തെ പേജിലേക്ക് നമ്മൾ എത്തുകയായി. രണ്ടാമത്തെ പേജിൽ കാറ്റഗറി ജനറൽ, OBC നോൺ ക്രിമിലെയർ, EWS SC ST. തഹസീൽദാരിൽ നിന്ന് EWS കിട്ടുന്നുള്ളവർ മാത്രമേ EWS വെക്കാവുള്ളൂ. തഹസീൽദാരിൽ നിന്ന് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് കിട്ടുന്നവർ മാത്രം OBC എന്നും കൊടുക്കുക. അല്ലാത്തവർ SC ST ആണെങ്കിൽ അതിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉള്ളവർ അങ്ങനെ കൊടുക്കുക. ഒരു സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. യാതൊരുവിധ റിസർവേഷനും ഇല്ലെങ്കിൽ ജനറൽ എന്നാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അതുപോലെ നോൺ ക്രിമിലെയർ ലഭിക്കാത്ത OBC വിഭാഗങ്ങളും ജനറൽ എന്നാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഡൊമിസിൽ സ്റ്റേറ്റ് എവിടെയാണ്, നമ്മളുടെ പെർമനൻ്റ് അഡ്രസ്സ്, ആധാർ, റേഷൻ കാർഡ് എന്നിവയുള്ളത് ഏത് സ്റ്റേറ്റ് ആണെന്നുള്ളൊരു ചോദ്യമുണ്ട്. PWD കാൻഡിഡേറ്റ് ആണെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുപോലെ നമുക്കൊരു ഡാറ്റാബേസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ജോലി, പേരൻസിൻ്റെ ജോലി, അവരുടെ ഒക്യുപ്പേഷൻ എന്നിവ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ല, നമ്മളിപ്പോൾ JEE നീറ്റും ഒക്കെ അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനകത്ത് വലിയൊരു കാര്യം ആനുവൽ ഇൻകം കൊടുക്കുന്നതൊക്കെ റേഞ്ച് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രീവിയസ് ഇയറിൽ നമ്മൾ CUET അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഡയബറ്റിക് പേഷ്യൻ്റ് ആണോ എന്നുള്ള ചോദ്യം നമുക്ക് എക്സാം സമയത്ത് ഏതെങ്കിലും മെഡിസിനോ ആഹാര സാധനങ്ങളോ കൊണ്ടുപോകണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ താമസ സ്ഥലം അർബനാണോ റൂറലാണോ എന്നുണ്ട്. മോഡ് ഓഫ് പ്രിപ്പറേഷൻ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. ഇനി നമ്മളുടെ +2 പഠിച്ചത് മീഡിയം ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ +2 പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയമാണ് നമ്മൾ പഠിച്ചത്. അപ്പം ഇങ്ങനെയുള്ള ജനറലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാറ്റഗറി മാത്രമാണ് പ്രാധാന്യം. കാറ്റഗറി നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റിനനുസരിച്ച് മാത്രമായിരിക്കണം. പിന്നീട് കാറ്റഗറി ചേഞ്ച് ചെയ്യാൻ അനുവദിക്കുന്നതല്ല. ബാക്കിയുള്ള എല്ലാ കോളങ്ങളും ജനറലായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊരു ഡാറ്റാബേസ് കളക്ഷൻ മാത്രമാണ്. അത് നമ്മളുടെ അഡ്മിഷനെ യാതൊരു തരത്തിലും ബാധിക്കുന്നതല്ല. അടുത്ത സ്റ്റെപ്പിലൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് BPL സ്റ്റുഡൻ്റ് ആണോ എന്നുള്ള ചോദ്യമുണ്ട്. കാശ്മീർ മൈഗ്രൻ്റ് ആണോ എന്നുള്ള ചോദ്യമുണ്ട്. എക്സ് സർവീസ്മാൻ ആണോ എന്നുള്ള ചോദ്യമുണ്ട്. NCC കോട്ടയാണോ എന്നുള്ള ചോദ്യമുണ്ട്. സ്പോർട്സ് കോട്ടയാണോ എന്ന് ചോദ്യമുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എംപ്ലോയി. ഇത്
ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുകയും അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇവിടെ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഇപ്പോൾ എക്സ് സർവീസ്മാനോ സ്പോർട്സോ NCC ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല. വീണ്ടും നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു. നമ്മൾ മുമ്പ് പൂരിപ്പിച്ചതുപോലെ തന്നെ 10ാം ക്ലാസ്സിൻ്റെയും 11ാം ക്ലാസ്സിൻ്റെയും 12ാം ക്ലാസ്സിൻ്റെയും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്നു. 10ാം ക്ലാസ് പാസ്ഡ്, ഇയർ ഓഫ് പാസിങ് ഇപ്പോൾ 2024 ബോർഡ് എക്സാം എഴുതുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 22 കൊടുക്കാം. ക്വാളിഫയിങ് എക്സാമിനേഷൻ 10th, പ്ലേസ് ഓഫ് സ്കൂളിങ് അർബൻ ഓർ റൂറൽ, ടൈപ്പ് ഓഫ് സ്കൂള് CBSE ഒക്കെ ആണെങ്കിൽ പ്രൈവറ്റ് എന്ന് കൊടുക്കുന്നു, അല്ലെ KVO നവോദയയാണെങ്കിൽ കൊടുക്കുന്നു. എവിടെയാണ് പഠിച്ചത്, +2 പഠിച്ചതെന്ന് ചോദിക്കുന്നു. ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ സ്റ്റേറ്റ് കേരള, എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റ് കോട്ടയം, ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റ് കോട്ടയം. നമ്മൾ ഏത് ബോർഡാണ്, CBSE ആണെങ്കിൽ CBSE എന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡാണെങ്കിൽ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്ന് കൊടുക്കുന്നു. സ്കൂളിൻ്റെ പേര്, അഡ്രസ്സ്, പിൻകോഡ് എന്നിവ കൊടുക്കുന്നു. അത് എൻ്റർ ചെയ്യുന്നതും ഒരു ഡാറ്റാബേസ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ നമുക്ക് 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും 11ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും ഒന്നും അനുസരിച്ച് പ്രത്യേകിച്ച് നമുക്ക് അഡ്മിഷൻ്റെ സാധ്യതകൾക്കൊന്നും മാറ്റം ഉണ്ടാവുന്നില്ല. 12ാം ക്ലാസ്സിന് 50% മാർക്ക് വേണമെന്നുള്ള നിയമം മാത്രമേ ബാധകമുള്ളൂ. അതുകൊണ്ട് അഡ്രസ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾ സ്കൂളിൻ്റെ പേരും ആ ജില്ലയുടെ പേരും കേരള എന്ന് മാത്രം കൊടുത്തേച്ചാൽ മതിയാകും. സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു പഠിച്ചതെങ്കിൽ എല്ലാം A+ ഉള്ളവർ ടോട്ടൽ മാർക്ക് 1000 കിട്ടിയ മാർക്ക് 900 എൻ്റർ ചെയ്യുന്നു. CBSE ആണെങ്കിൽ നമുക്കറിയാം 5 സബ്ജക്റ്റാണുള്ളത്, അപ്പോൾ ടോട്ടൽ മാർക്ക് 500, കിട്ടിയ മാർക്ക് എത്രയാണെങ്കിലാണോ അത് നിങ്ങൾ എൻ്റർ ചെയ്യുന്നു. പേഴ്സൻറ്റേജ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. 12th ഡീറ്റെയിൽസ് ഇപ്പം അപ്പിയറിംഗ് ആണെങ്കിൽ അപ്പിയർന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ 12th പാസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കൊടുക്കുന്നു. 12th ഓർ ഈക്വലൻ്റ് സ്കൂൾ +2 സ്കൂളിംഗ് നിങ്ങൾക്ക് സ്റ്റേറ്റ് സിലബസോ CBSE ഏത് വേണമെങ്കിലും കൊടുക്കാം. നിങ്ങളുടെ ഇതിനനുസരിച്ച് +2 പഠിച്ചത് ഏത് സ്കൂളെന്നുള്ളത് കൊടുക്കുന്നു, ഏത് സ്റ്റേറ്റ് എന്ന് കൊടുക്കുന്നു, ഡിസ്ട്രിക്റ്റ് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് കാണാം നീറ്റൊക്കെ അല്ലെ JEE-നൊക്കെ അപ്ലൈ ചെയ്തപ്പം 10th കിടക്കുന്നത് കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷനാണ്, +2 കിടക്കുന്നത് കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷനാണ്. നമ്മളെ ബാധിക്കുന്നതല്ല. അതേഴ്സ് എന്ന് കൊടുത്ത് കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷന് എഴുതേണ്ട നിർബന്ധമൊന്നുമല്ല. വീണ്ടും അവിടെ നമുക്ക് +2 പഠിച്ച സ്കൂളിൻ്റെ പേര് കൊടുക്കുന്നു, സ്കൂളിൻ്റെ പിൻകോഡ്, +2 റോൾ നമ്പർ, അത്രയും നമ്മൾ എൻ്റർ ചെയ്യുന്നു. യഥാർത്ഥ +2 പാസ്സായവരാണെന്നുണ്ടെങ്കിൽ നമ്മളോട് മാർക്കും ചോദിച്ചിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇവിടെയാണ് നമ്മളിനി ഏത് യൂണിവേഴ്സിറ്റി ഏത് പ്രോഗ്രാമാണ് സെലക്ട് ചെയ്യുന്നതും അതിനനുസരിച്ചുള്ള സബ്ജക്റ്റുകൾ നമ്മൾ പരീക്ഷ എഴുതുന്നതും. ഇവിടെ നമുക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഏതൊക്കെ യൂണിവേഴ്സിറ്റി ആണെന്നുള്ളത് ആദ്യം സെലക്ട് ചെയ്യണം. നമുക്കിപ്പോൾ BSc അഗ്രികൾച്ചറിനാണ് പ്രവേശനം വേണ്ടതെങ്കിൽ 2 യൂണിവേഴ്സിറ്റിയാണുള്ളത്, ICAR-ലും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലും. അപ്പോൾ നമുക്ക് ICAR ആണ് വേണ്ടതെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പ്രോഗ്രാം അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സയൻസ് 11 പ്രോഗ്രാമുകളും ഇവിടെ നമുക്ക് ഒരുമിച്ച് വന്നു, ആഡ് ചെയ്തു. നമുക്ക് ICAR വഴിയുള്ള BSc അഗ്രികൾച്ചർ മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് തിരിച്ച് ആപ്ലിക്കേഷൻ വിൻഡോയിലോട്ട് പോവുകയും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് സെലക്ട് ചെയ്ത് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് പേയ്മെൻറ്റ് അടയ്ക്കുകയും ചെയ്യാം. അതല്ല നമുക്കിനി BSc അഗ്രികൾച്ചറിന് അപ്പുറത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലോ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലോ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ മാത്തമാറ്റിക്സിലോ ബയോളജിയിലോ അല്ലെങ്കിൽ അക്കൗണ്ടൻസിയിലോ എക്കണോമിക്സിലോ BCom-ലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷിലോ അല്ലെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലോ മറ്റെവിടെയെങ്കിലും ഒരു ഡിഗ്രി പ്രോഗ്രാമുകൾ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ പരീക്ഷ എഴുതേണ്ടത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സോ ഇംഗ്ലീഷോ ജനറൽ ടെസ്റ്റോ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ യൂണിവേഴ്സിറ്റികൾ എത്ര വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. സബ്ജക്റ്റ് കൂടുന്നതനുസരിച്ച് മാത്രമേ ആപ്ലിക്കേഷൻ ഫീസ് കൂടുകയുള്ളൂ. മാക്സിമം 6 സബ്ജക്റ്റ് വരെ നമുക്ക് പരീക്ഷ എഴുതാം. യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി നമുക്ക് സെലക്ട് ചെയ്യുന്നു. നമുക്ക് ഏത് സബ്ജക്റ്റുകളും നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെ ജനറൽ ടെസ്റ്റിൻ്റെ കോമ്പിനേഷൻ വെച്ച് ഇതിൽ ഏത് പരീക്ഷകളും നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഫിസിക്സോ കെമിസ്ട്രിയിലോ ബയോളജിയിലോ ഒക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്കണോമിക്സിലാണ്, അതായത് ഒരാൾക്ക് സ്ട്രീം ചേഞ്ച് ചെയ്യണം. +1 +2 ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ആണ് പഠിച്ചത്, സ്ട്രീം ചേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എക്കണോമിക്സ് വേണ്ടതെങ്കിൽ അത് ആഡ് ചെയ്യാം. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ തന്നെ നമുക്ക് ഫിസിക്സിന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഫിസിക്സ് ആഡ് ചെയ്യാം. ഇങ്ങനെ
എത്ര പ്രോഗ്രാമുകൾ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ജൂൺ 30 റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് താല്പര്യമുള്ള യൂണിവേഴ്സിറ്റിയിൽ പ്രത്യേകം അപ്ലൈ ചെയ്യുകയും നമുക്ക് വേണ്ട സബ്ജക്റ്റുകളിൽ മാത്രം അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യാം. ഇങ്ങനെ നമുക്ക് താല്പര്യമുള്ള ഒരു യൂണിവേഴ്സിറ്റികളുടെയും പഠിക്കാൻ താല്പര്യമുള്ള സബ്ജക്റ്റുകളുടെയും ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കണം. ഇതിനനുസരിച്ചാണ് ഏതൊക്കെ സബ്ജക്റ്റുകളിലാണ് നാം പരീക്ഷ എഴുതേണ്ടതെന്നുള്ളത് അടുത്ത വിൻഡോയിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പം യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവിടുത്തെ പ്രോഗ്രാമുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ BSc അഗ്രികൾച്ചറിന് മാത്രമാണെന്നുണ്ടെങ്കിൽ ICAR ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്താൽ മതി. ICAR ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി എക്കണോമിക്സ് അല്ലെ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, ഇംഗ്ലീഷ്. ഇപ്പോൾ നമുക്ക് ഹൈദരാബാദിലൊക്കെ ആണെങ്കിൽ 5 ഇയർ പ്രോഗ്രാമാണ്, MSc പ്രോഗ്രാമുകളാണ്, അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി പോണ്ടിച്ചേരിയിലാണെങ്കിൽ 4 ഇയർ പ്രോഗ്രാമുണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് ഏതാണെങ്കിലും ഇത് പരീക്ഷ എഴുതാൻ വേണ്ട സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ജൂൺ 30 റിസൾട്ട് വന്നതിന് ശേഷം അതാത് യൂണിവേഴ്സിറ്റികൾ വീണ്ടും ആഡ് ചെയ്യുകയും ചെയ്യണം. ഇവിടെ നമുക്ക് യൂണിവേഴ്സിറ്റികളെക്കുറിച്ചും +2 പഠിച്ച സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും പ്രവേശനം കിട്ടുന്നത്. +2 നമ്മൾ പഠിക്കാത്തൊരു സബ്ജക്റ്റിൽ ഫിസിക്സും കെമിസ്ട്രി, മാത്സും ബയോളജി അല്ലാത്തൊരു സബ്ജക്റ്റ്, ഇപ്പോൾ അഗ്രികൾച്ചർ അല്ലെങ്കിൽ സൈക്കോളജി അങ്ങനെയുള്ള സബ്ജക്റ്റുകളിലൊന്നും ദയവായിട്ട് പരീക്ഷ എഴുതരുത്. യൂണിവേഴ്സിറ്റികളും സബ്ജക്റ്റുകളും നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും സെലക്ട് ചെയ്താം. അതിനുശേഷം നമ്മൾ അടുത്ത വിൻഡോയിലേക്ക്. ഇവിടെയാണ് നമുക്ക് 6 സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാനുണ്ടാവുക. ഒരു കുട്ടിക്ക് മാക്സിമം 6 പരീക്ഷകൾ മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ. സബ്ജക്റ്റ് 1ൽ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ലാംഗ്വേജുകൾ പഠിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷാണ് പഠിക്കേണ്ടതെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അല്ല ജനറൽ ടെസ്റ്റാണ് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വേണ്ടെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അഗ്രികൾച്ചറിനുള്ളൂ 3 എണ്ണം മതി എന്നുണ്ടെങ്കിൽ ഒന്നാമത്തത് ഫിസിക്സ്, രണ്ടാമത്തത് കെമിസ്ട്രി, മൂന്നാമത്തത് ബയോളജി എന്ന് മാത്രം സെലക്ട് ചെയ്താൽ മതി. അതല്ല നമ്മൾ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് എല്ലാം തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ അതിനനുസരിച്ച് ആപ്ലിക്കേഷൻ ഫീസ് കൂടും. 3 സബ്ജക്റ്റ് ആണെങ്കിലുള്ള പൈസയും 6 സബ്ജക്റ്റ് ആണെങ്കിലുള്ള ആപ്ലിക്കേഷൻ ഫീസും വ്യത്യസ്തമാണെന്നുള്ളതും ഓർമ്മയിലിരിക്കുക. അതുപോലെ അഗ്രികൾച്ചറിന് പ്രവേശനം കിട്ടാനായിട്ട് ഒരിക്കലും നിങ്ങൾ അഗ്രികൾച്ചർ എന്നുള്ള സബ്ജക്റ്റ് പഠിച്ചിട്ടില്ലെങ്കിൽ അത് സെലക്ട് ചെയ്യരുത്. അഗ്രികൾച്ചറിന് പ്രവേശനം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ +2 പഠിച്ച ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയോ ആണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ സെലക്ട് ചെയ്യുന്നതനുസരിച്ച്, ഞാൻ +2 പഠിച്ചതനുസരിച്ച് ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, അതുപോലെ ജനറൽ ടെസ്റ്റ്, ഇത്രയുമാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതിനനുസരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മീഡിയം ഇംഗ്ലീഷാണ് ഞാൻ എല്ലാം സെലക്ട് ചെയ്തത്. കേരളത്തിൽ പരീക്ഷ എഴുതുന്നതുകൊണ്ട് വേണമെങ്കിൽ മലയാളത്തിലും കിട്ടും. മലയാളമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ബൈലിംഗ്വലാണ്, അതായത് 2 ഭാഷയിലും ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള ചോദ്യങ്ങളുണ്ടാവും. പക്ഷേ നമ്മളെല്ലാം ഇംഗ്ലീഷാണല്ലോ അടിസ്ഥാനപരമായിട്ട് സബ്ജക്റ്റുകൾ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഇംഗ്ലീഷ് എന്നുള്ളതും, ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മീഡിയമാണ്, ഇത് സബ്ജക്റ്റുകളാണ്. എക്സാമിനേഷൻ സെൻറ്ററുകൾ 4 ഡിഫറെൻറ്റ് ചോയ്സസുകളാണ് കൊടുക്കേണ്ടത്. ഞാൻ 2 അഡ്രസ്സും കേരളം തന്നെ വെച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് കേരളത്തിൽ മാത്രമേ എക്സാം സെൻറ്റർ കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് വിദേശത്ത് വേണമെന്നുണ്ടെങ്കിൽ വിദേശത്തെ അഡ്രസ്സ് കൊടുക്കണം. അല്ല നിങ്ങൾ മെയ് 15 മുതൽ കേരളത്തിന് പുറത്തുള്ളതാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് കൊടുക്കേണ്ടതായി വരും. അല്ല നിങ്ങൾ മെയ് 15 ശേഷം കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ ഡൽഹിയോ മുംബൈയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് അവിടെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു അഡ്രസ്സ് നിങ്ങൾ ആദ്യത്തെ രജിസ്ട്രേഷൻ വിൻഡോയിൽ തന്നെ കാണിക്കേണ്ടതായിട്ട് വരും. പെർമനൻറ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും കേരളം തന്നെ കൊടുത്തുകൊണ്ട് കേരളത്തിലെ എക്സാം സെൻറ്ററുകൾ തന്നെ വരികയുള്ളൂ. 4 ഡിഫറെൻറ്റ് ചോയ്സുകളാണ് കൊടുക്കേണ്ടത്. ഒന്നാമത്തത് തന്നെ നിങ്ങൾക്ക് എക്സാം സെൻറ്ററായിട്ട് ലഭിക്കുകയും ചെയ്യും. ആപ്ലിക്കേഷൻ്റെ അവസാനത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുകയും ആപ്ലിക്കേഷൻ ഫീസ് അതനുസരിച്ച് അടയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ CUET 2024 സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിരിക്കും. നമുക്ക് ആപ്ലിക്കേഷൻ ഫോം കിട്ടും. 27-ാം തീയതി മുതൽ നമുക്ക് കറക്ഷൻ വിൻഡോയുണ്ട്. ഇപ്പോൾ ഓൾറെഡി നേരത്തെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞവർക്ക് ICAR ആഡ് ചെയ്യണമെങ്കിലോ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികൾ ആഡൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 27-ാം തീയതിക്ക് ശേഷം 1 ടൈം കറക്ഷൻ വിൻഡോ ഉണ്ട്. ആ സമയത്ത് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജൂൺ 30 ശേഷം റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ യൂണിവേഴ്സിറ്റികളിൽ പ്രത്യേകം രജിസ്ട്രേഷൻ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. CUET 2024 JEE മെയിനും JEE അഡ്വാൻസിനും നീറ്റിനും അല്ലെങ്കിൽ റിസർച്ച് മേഖലയ്ക്കും ഒക്കെ ആയിരിക്കാം നമുക്ക് താല്പര്യം. പക്ഷേ അതിനപ്പുറത്ത് നമ്മളുടെ സാധ്യതകൾ
ലക്ഷക്കണക്കിന് സീറ്റുകളാണ് ബിരുദത്തിലും ബിരുദാനന്തര ബിരുദത്തിലുമൊക്കെ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ വഴി ലഭിക്കുന്നത്. നമ്മളുടെ സ്ട്രീം ചേഞ്ച് ചെയ്ത് പോലും അല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജിൽ പോലും പഠിക്കാനുള്ള വലിയൊരു അവസരമാണുള്ളത്. നമുക്കൊരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കണമെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷോ അല്ലെങ്കിൽ ജനറൽ ടെസ്റ്റോ മാത്രം നമ്മൾ പരീക്ഷ എഴുതിയാൽ മതിയാകും. അപ്പം കൃത്യമായൊരു പ്ലാനോടുകൂടി CUET 2024 അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കരിയർ തന്നെയായിരിക്കും മാറുന്നത്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.